ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് കന്നിമാസം 11-ാം തീയതി, അതായത് 2016 സെപ്റ്റംബർ മാസം 27-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 24 നാഴിക ആയില്യവും ബാക്കി മകവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ സർ ഡോക്ടർ കുടമാളൂർ ശർമാജി, നമുക്ക് നമ്മുടെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി, കൊട്ടാരക്കരയിൽ നിന്ന് രാധിക എഴുതുന്നു. മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 27/2/1996, മകയിര നക്ഷത്രം. ഇപ്പോഴത്തെ ഗ്രഹനില അറിയണം. യോഗഫലങ്ങൾ നല്ലതും വല്ലതുമുണ്ടോ? കലാപരമായി ചില കഴിവുകളുണ്ട്, അതിൽ പുരോഗതിയുണ്ടോ? ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിക്കണം. ജാതകനിലയിൽ പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയുന്ന അതിപ്രധാനങ്ങളായ ഒരു വ്യക്തി മറ്റുള്ളവരെക്കാൾ ആരോഗ്യപരവും ദൈവാധീനപരവും സാമ്പത്തികപരവും അതുപോലെ പേരും പ്രശസ്തിയും സൗഭാഗ്യ ജീവിതം, ഉന്നത വിദ്യാഭ്യാസം, ലോകമറിയുന്ന തരത്തിലുള്ള ജീവിതങ്ങൾ, പ്രശംസ, അതുപോലെ അഭിവൃദ്ധി, മേൽഗതി എന്നിവയും തലമുറകൾക്കായിട്ടുള്ള സമ്പാദ്യാദികളും പ്രശസ്തിയോടും പെരുമയോടും അഭിമാനത്തോടും അന്തസ്സോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി ആരോഗ്യക്ഷേമ ഐശ്വര്യത്തോടു കൂടിയും നല്ല ദാമ്പത്യത്തോടു കൂടിയും സാമ്പത്തികപരമായ നല്ല നിലവാരത്തോടു കൂടി ജീവിക്കാനും ഒക്കെ പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയുന്ന യോഗങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉള്ളവർക്ക് അത് ഗുണപ്രദമാണ്. ചൊവ്വ ലഗ്നം 4-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവം എന്നിവ പ്രാപിച്ച് സ്വക്ഷേത്രം, ഉച്ചം, മൂലക്ഷേത്രം എന്നിവ പ്രാപിച്ചു നിന്നാൽ അതിനെ രുചകയോഗം എന്നും, വ്യാഴം എന്ന ഗ്രഹം ലഗ്നം 4-ാം ഭാവം, 7-ാം ഭാവം, 10-ാം ഭാവം എന്നിവ മൂലക്ഷേത്രം, സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം എന്നിവ പ്രാപിച്ചു നിന്നാൽ അത് ഹംസമഹായോഗമായിട്ടും, ശുക്രൻ എന്ന് പറയുന്ന സർവരാലും ഇഷ്ടപ്പെടുന്ന ആ ഗ്രഹം ലഗ്നം 4-ാം രാശി, 7-ാം രാശി, 10-ാം രാശി എന്നിവ പ്രാപിച്ച് ഇടവം, തുലാം, മീനം എന്നീ രാശികളിൽ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം പ്രാപിച്ചു നിന്നാൽ അത് മാളവ്യയോഗവും, ബുധൻ ലഗ്നം 4, 7, 10 എന്നിവ മിഥുനം, കന്നി എന്നീ രാശികളിൽ പ്രാപിച്ചു നിന്നാൽ അതിനെ ഭദ്രാമഹായോഗമായിട്ടും, ശനി ലഗ്നം 4, 7, 10 എന്നിവ മകരം, കുംഭം, തുലാം എന്നീ രാശികൾ ശനി കേന്ദ്രീകരിച്ച് ഉച്ചം പ്രാപിച്ച് സ്വക്ഷേത്രം പ്രാപിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിനെ ശശമഹായോഗം എന്നും, ഇവയെല്ലാം പൂർണ്ണയന്ത്രൻ്റെ പ്രഭാവത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ പരിപൂർണമായ യോഗഫലവും ആയിരിക്കും. ഇവിടെ മാളവ്യ യോഗമാണ് കുട്ടിക്ക് കാണുന്നത്. മാളവ്യം ധന്യരാം ചിത്രകാരന്മാരും ധന്യരാം നടികളും നടന്മാരും തങ്ങളുടെ കൂലിക്കാരെ നിയന്ത്രിക്കും നായകനും സമുദായ ആചാര്യന്മാർക്കും ഇന്ദ്രജാല വിദ്യക്കാർക്കും ഗായകർക്കും ചിത്രകാരന്മാർക്കും ഇന്നീ ലക്ഷണം ശരിക്കുണ്ടെന്ന് ചൊല്ലിയിടണം. നല്ല കലാകാരന്മാർ, അഭിനേതാക്കൾ, ഗായകർ, ചിത്രരചന, മായാജാല വിദഗ്ധർ, അതുപോലെ തന്നെ സമര സേനാനികൾ, അതുപോലെ തന്നെ ശരീര സൗന്ദര്യം പ്രദർശിപ്പിച്ച് ചെയ്യുന്ന തൊഴിലുകൾ, അതുപോലെ കലാരംഗവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന തൊഴിലുകൾ എന്നിവയിൽ ഏതെങ്കിലും നല്ല പ്രശസ്തിയും പേരും ലഭിച്ചു പോകാനുള്ള യോഗങ്ങൾ 2018 മുതൽ ഉണ്ടാവും. ഉന്നത കുടുംബത്തിൽ ചെന്ന് ചേരുവാനുള്ള യോഗവും സൽസന്താന ലബ്ധിയും ജനങ്ങൾ അറിയത്തക്ക പുകഴ്ത്തത്തക്ക രീതിയിലുള്ള സൗന്ദര്യവും അതുപോലെ തന്നെ വാക്ചാതുര്യവും ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ തൊഴിലും രംഗവും അത് മുഖാന്തരം സാമ്പത്തിക അഭിവൃദ്ധിയും 82 വയസ്സുവരെ ശരാശരി ആയുസ്സും കഴിവതും മഹാരോഗങ്ങളും അപകടങ്ങളും ഒന്നുമില്ലാതെ വ്യസനമില്ലാതെ ജീവിക്കാനുള്ളൊരു ഭാഗ്യവും ഈ ജാതകത്തിലുണ്ട്. നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും നവരത്ന ധാരണവും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ജ്യോതിഷപങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.